ഒരു വണ്ടിയുടെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ ഈ പാർക്കിംഗ് വേറൊരു ബൈക്കിംഗ് കണ്ട് വന്ന് ഈ വണ്ടിയായിട്ട് എങ്ങനെ ഇടിക്കുക കണ്ട് ചെയ്തു. ഈ പ്രശ്നം പറയും ഇത് ചെയ്ത മാർവാടി ഗുജറാത്തിയാണ്. ഇറങ്ങി വന്ന് ഈ പറയുന്ന ദളിതായിരുന്നു മറ്റേ വണ്ടി ഓടിച്ചിരുന്നത്, 2 വീലർ. അയാളുടെ ജാതിയൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട്, അതായത് കഴിഞ്ഞ 10-100 വർഷം കൊണ്ടൊക്കെ ഈ ഹൈദരാബാദിനും അല്ലെ 50 വർഷം കൊണ്ട് ഹൈദരാബാദിലൊക്കെ കച്ചവടവും ബിസിനസ്സും നടത്തുന്നവരാണ് ഈ ഗുജറാത്തി, മാർവാടി, ഈ രാജസ്ഥാനി എന്നൊക്കെ പറയുന്ന ആൾക്ക്, സിന്ധി കമ്മ്യൂണിറ്റി എല്ലാവരും കൂടെ ചേർന്ന്. ഇത് ഉടക്കങ്ങ് പ്രശ്നമായിട്ട് ഉണ്ടായ അടുത്ത സംഭവം നിങ്ങൾ കണ്ടോ? ഹൈദരാബാദിലൊരു ക്യാമ്പയിൻ അങ്ങ് തുടങ്ങി. ദളിത് കമ്മ്യൂണിറ്റി, അവിടെയുള്ള തെലുങ്കന്മാരെല്ലാം കൂടെ ചേർന്ന് ഗുജറാത്തീസ് ഗോ ബാക്ക്, മാർവാഡീസ് ഗോ ബാക്ക്, സിന്ധി ഗോ ബാക്ക്. അവരുടെ കടയടച്ച് 2 ദിവസം ഉണ്ടായ സംഭവമാണ് ഇത്. ഗോ ബാക്ക് ഇത് ഡയറക്റ്റ് മോദിക്ക് കൊടുക്കുന്ന മെസ്സേജാണ്. കാരണം ഇവരൊക്കെ ഇവരൊക്കെ തെലുങ്കൊക്കെ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന പ്രശ്നം തന്നെ ഇത്രയും ഇഷ്യൂ ആണ് ഇന്ത്യയിൽ. പ്രത്യേകിച്ച് തമിഴ്നാട് എന്ന് പറയുന്ന അവിടുത്തെ ഈ ഹിന്ദി ലാംഗ്വേജ് എന്ന് പറയുന്ന ടോപ്പിക്ക് പണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്നവര് ഹിന്ദി അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണ് കോൺഗ്രസ് എന്ന പാർട്ടി തമിഴ്നാട്ടിൽ നിന്ന് ഇല്ലാതായി പോയത്. പിന്നെ അവിടെ ഇവിടെയൊക്കെയുള്ള പാർട്ടി, ഇപ്പം അതിനുശേഷമാണ് ദ്രാവിഡ കഴകം സംഭവം കയറി വരുന്നത്. അതായത് ഭാഷയാണ് അവിടുത്തെ ഇഷ്യൂ. എന്തുകൊണ്ടാണ് തമിഴ്നാട് ഈ ഹിന്ദി ഭാഷയോട് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത്?